Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമാണ്. ഇപ്പോൾ സി പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിക്കാം. നമ്പർ സിസ്റ്റം മാത്തമാറ്റിക്കലി മെയിൻലി 4 നമ്പർ സിസ്റ്റം ഉണ്ട്: ഡെസിമല്, ബൈനറി, ഒക്ടല്, ഹെക്സാഡെസിമല്. ഈ നമ്പർ സിസ്റ്റം എന്തെങ്കിലും പഠിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, എന്തെങ്കിലും ലെറ്ററോ വേർഡോ ഡിജിറ്റ്സോ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മൈനസ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ അങ്ങനെ എന്ത് ടൈപ്പ് ചെയ്താലും അത് നമ്മൾ മെഷീൻസ് മനസ്സിലാവുന്ന ലാംഗ്വേജ്, അതായത് ബൈനറി നമ്പേഴ്സ് ആയിട്ടാണ് മെഷീൻസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് വെൻ വി ടൈപ്പ് എനി ലെറ്റർ ഓർ വേർഡ്, the computer translates them into numbers since machines can only understand the binary numbers. അപ്പോൾ മെഷീൻസ് ബൈനറി നമ്പർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ പറഞ്ഞാൽ ബേസ് 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്യും. ബൈനറി പറഞ്ഞാൽ ബേസ് 2 ആണ്. അതിൽ ആകെ 0 1 മാത്രമേ യൂസ് ചെയ്യൂ. 0 1 മാത്രമായിട്ടുള്ളതാണ് ബൈനറി, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. എൻ്റെ ഒരു എക്സാമ്പിൾ ആണത്. ഒക്ടൽ പറഞ്ഞാൽ ബേസ് 8 ആണ്. ഡിജിറ്റ് യൂസ് ചെയ്യുക 0 to 7 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്യും. ഹെക്സാഡെസിമൽ പറഞ്ഞാൽ 16, ബേസ് 16 ആണ്. ഡിജിറ്റ് യൂസ് ചെയ്യുക 0 to 9 പിന്നെ A to F വരെയുള്ള യൂസ് ചെയ്യും. നമുക്ക് ഡെസിമൽ വാല്യൂ എന്താന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ഡെസിമൽ എന്താന്ന് നോക്കി നോക്കാം. ഇതിന്റെ ബേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് 10. ബേസ് 10 എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു സംഖ്യ ആദ്യം എഴുതി വെക്കാം. 123. ഇതിന് പ്ലേസ് വാല്യൂസ് ഉണ്ട്. പ്ലേസ് വാല്യൂ പറഞ്ഞാൽ ഇത് ഒറ്റ സ്ഥാനം, ഇത് 10ന്റെ പ്ലേസ്, ഇത് 100ന്റെ പ്ലേസ്. നമ്മൾ ഒരക്കം കൂടിയിട്ടാണെങ്കിൽ 1000ന്റെ പ്ലേസ്. അപ്പൊ ബേസ് വാല്യൂക്ക് അനുസരിച്ച് പ്ലേസ് വാല്യൂ മനസ്സിലായില്ലേ? പ്ലേസ് വാല്യൂ ഒക്കെ അനുസരിച്ച് നമ്മൾ ഇതിനെ പിരിച്ചെഴുതില്ലേ പണ്ട് പഠിച്ചുള്ളത്. അതായത് 120 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2. അതായത് 10ന്റെ പവർ കൂടിപ്പോവാ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയിരിക്കും. അതായത് 3 into 10 to the power 0 plus 2 into 10 to the power 1 plus 1 into 10 to the power 2. അപ്പൊ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് എന്താ വരിക? 3 into 10 to the power 0 എന്ന് പറഞ്ഞാൽ 3a plus 2 into 10 to the power 1 എന്ന് പറഞ്ഞാൽ 20 plus 1 into 10 to the power 2. 10 to the power 2 പറഞ്ഞാൽ 100. 100 into 1 100. 100ഉം 20ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 123. ഇതാണ് ബേസ് വാല്യൂന്റെ അർത്ഥം. ഇപ്പൊ ഞാനൊരു ബൈനറി നമ്പർ എഴുതാന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പൊ ഒരു ബൈനറി നമ്പർ 10, അതായത് ഇതാണ് നമ്മുടെ ഒരു ബൈനറി നമ്പർ. ഇതിനെ ഞാൻ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയും ഇതിന്റെ ബേസ് എത്രയാണ്? ബേസ് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇതിന്റെ പവർ എങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോവുക. 0 1 2 3. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? 0, ഈ 0 ആദ്യം എടുത്തു. 0 into 2 to the power 0, അതായത് ബേസ് 2 ആണ് എടുക്കുന്നത്. പ്ലസ് അടുത്തത് ഈ 1 എടുത്തു. ആ 1 എടുത്തു, ബേസ് 2 ആണ്. 2 to the power 1 പ്ലസ് അടുത്തത് ഈ ഒരു 0 എടുത്തു into 2 to the power 2, ആ പ്ലേസ് വാല്യൂ. പ്ലസ് അടുത്തത് ഈ ഒരു 1 എടുത്തു, അതായത് ഈ 1 into 2 to the power എത്ര? 3a. ഇനി 0 ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. അപ്പൊ ഇവിടെ 0 കിട്ടും. അടുത്തത് 2 ആണ് വരിക. പിന്നത്തെ വാല്യൂ 0 വരും. പിന്നത്തെ വാല്യൂ എത്ര വരിക? 8. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര? 10. ഇതാണ് ഇതിന്റെ ഡെസിമൽ വാല്യൂ. ഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 10 ആണ് വരിക. അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ, അതായത് 10ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് ഇത്. അപ്പൊ അതാണ് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഡെസിമൽ വാല്യൂ ഒരു 30 വരെ എഴുതണമെങ്കിൽ സുഖമാണ്. നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. 1 2 3 4 നമുക്ക് എല്ലാവർക്കും നമുക്ക് ബൈനറി വാല്യൂ എന്താണെന്ന് നോക്കി നോക്കാം. ബൈനറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 0 1 മാത്രമല്ല, അതിന്റെ ബേസ് പറഞ്ഞാൽ 2 ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ 10 11 കൊടുത്തു വിചാരിക്കുക. അപ്പൊ ഇതാണ് ബൈനറി വാല്യൂ. അതിന് നമുക്ക് ഡെസിമൽ വാല്യൂ ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡ്, ബേസ് 2 ആണ്. അപ്പൊ അതിന്റെ പവർ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്യാണ് പോവുക. 0 1 2 3. അപ്പൊ ആദ്യക്കുള്ള ഈ 1 നമ്മൾ എടുത്തു. 1 into 2 to the power, ആ സ്ഥാനത്തുള്ള വാല്യൂ 0 ആണ്. പ്ലസ് അടുത്ത 1 എടുത്തു, ഇവിടുത്തെ 1, ഈ 1 എടുത്തു. അതായത് 1 into 2 to the power, അവിടുത്തെ പവറിന്റെ വരെ എത്രയാണ്? 1 ആണ്. 1 എടുത്തു. പ്ലസ് അടുത്ത 0 ആണ്. 0 into 2 to the power 2 plus
അടുത്ത എത്ര, വീണ്ടും ലാസ്റ്റത്തെ 1, ആ 1 എടുത്തു, അവിടുത്തെ 2 to the power എത്ര വരിക, 3 ആണ് വരിക. 1 into 2 to the power 3. അപ്പൊ എത്ര വരിക, 1 into 2 to the power 0 1 plus 1 into 2 to the power 1 2, പിന്നത്തെ വരെ 0 വരും, പിന്നത്തെ വരെ എത്ര വരിക, 1 into 2 to the power 3 8 വരും. അപ്പൊ ഇത് ടോട്ടൽ എത്ര വരിക, 11. അപ്പൊ 11 ആണ് അതിന്റെ ഡെസിമൽ വാല്യൂ. ഞാനിവിടെ ഡെസിമൽ വാല്യൂവിന്റെ കറസ്പോണ്ട് ബൈനറി കൊടുത്തിട്ടുണ്ട്. 0യുടെ ബൈനറി ഇങ്ങനെയാണ് വരിക, 1ന്റെ ബൈനറി, 2ന്റെ ബൈനറി, 3ന്റെ ബൈനറി, 10 വരെയുള്ള ബൈനറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബൈനറി വാല്യൂ വരിക. നമ്മൾ എങ്ങനെ എഴുതേണ്ട ഇതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും, എങ്ങനെ കൺവേർഷൻ ചെയ്യേണ്ടതൊക്കെ. അടുത്ത് നമ്മൾ ഒക്ടൽ വാല്യൂസ് ആണ് പഠിക്കാനുള്ളത്. ഒക്ടൽ പറഞ്ഞാൽ അതില് 0 to 7 വരെയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന്റെ ബേസ് പറഞ്ഞാൽ എത്രയാണ്, ബേസ് പറഞ്ഞാൽ 8. അപ്പൊ അതില് 0 എഴുതി, 1 2 3 4 5 6 7. 7 കഴിഞ്ഞ അടുത്ത ഡിജിറ്റ് എങ്ങനെ എഴുതുക, 10 ആണ് എഴുതുക. അടുത്ത ഡിജിറ്റ് 1 11 12 30 40 50 60 70. അടുത്ത ഡിജിറ്റ് എങ്ങനെ എഴുതുക, 20. അതായത് 0 to 7 വരെയുള്ള ഡിജിറ്റ് അല്ലു, അങ്ങനെയാണ് നമ്മൾ അതിനെ കറസ്പോണ്ട് ചെയ്യുക. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. ഞാനിവിടെ ഒരു ഒക്ടൽ വാല്യൂ എഴുതാണ്, 324, അതിന്റെ ബേസ് 8. അതിനെ നമുക്ക് ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡെസിമൽ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ 324 അല്ലേ, 324 അതിന്റെ ബേസ് എത്രയാണ്, ബേസ് 8 ആണ്. അപ്പൊ അതിന് പവർ കൊടുക്കേണ്ട വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് കൂടി വരിക, 0 1 2. അപ്പൊ നമ്മള് 4 into ബേസ് വാല്യൂ എത്ര, 8 2 8 പവർ 0. അടുത്ത വാല്യൂ നമ്മൾ എടുത്തു, 4 കഴിഞ്ഞു, അടുത്ത വാല്യൂ 2 കൊടുത്തു, പ്ലസ് 2 into ബേസ് വാല്യൂ 8, അതിന്റെ പവർ എത്ര കൊടുക്കേണ്ടത്, 1, പ്ലസ് അടുത്ത വാല്യൂ എടുത്തു, ലാസ്റ്റ് വാല്യൂ 3 എടുത്തു, 3 into ബേസ് വാല്യൂ 8, അതിന്റെ പവർ എത്ര കൊടുക്കേണ്ടത്, ആ പ്ലേസിന്റെ 2 ആണ്, 2. ഓക്കെ, 4 into 8 to the power 0, അത് എത്ര, 4 തന്നെ വരും, പ്ലസ് 2 into 8 16. അടുത്ത എന്താ, 3 into എത്രയാണ്, 8 to the power 8 square 64. അപ്പൊ എത്ര, 4 16 കൂടി കൂട്ടിയ 20 കിട്ടും. അടുത്ത എത്ര കിട്ടുക, 192 ആയിരിക്കും കിട്ടുക. 60 60 60 180, പിന്നെ 3 4 12 180 12 192. അപ്പൊ 192 ആണ് കിട്ടുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടിയ 212 ആണ് കിട്ടുക. അപ്പൊ 212 ആണ് ഡെസിമൽ വാല്യൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമൽ അതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, 0 to 9 വരെ യൂസ് ചെയ്യും. പിന്നെ A to F, അതായത് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ 0 1 2 3 4 5 6 7 8 9 കഴിഞ്ഞ 10 പകരം A ആണ് യൂസ് ചെയ്യുക. പിന്നെ B C D E F കഴിഞ്ഞാൽ അടുത്ത യൂസ് ചെയ്യുക 10 11 12 30 40 50 60 70 18 19. അത് കഴിഞ്ഞാൽ 1 A 1 B 1 C 1 D 1 E 1 F. അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് പോകും. നമുക്കിനി ഹെക്സാഡെസിമൽ വാല്യൂ നമുക്കൊന്ന് എഴുതി വെക്കാം, 1D8. ഇതാണ് ഹെക്സാഡെസിമൽ വാല്യൂ. ഇതിനെ നമുക്ക് ഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1D8 അതിന്റെ ബേസ് എന്താ, ബേസ് എത്രയാണ്, ഇത് പവർ കൊടുക്കാനുള്ളതാണ്, 0 1 2. അപ്പൊ ആദ്യം എന്താ കൊടുക്കേണ്ടത്, 8 into ആദ്യത്തെ എടുത്തു, ആദ്യത്തെ ഡിജിറ്റ് പ്ലേസ്, ഈ ഒരു പ്ലേസിലുള്ള ഡിജിറ്റ് എടുത്തു, 8 into 60 to the power 0. അടുത്ത ഡിജിറ്റ് എത്രയാണ്, ഡി ആണ്. ഡി പറഞ്ഞ എത്രയാണ്, ഡി പറഞ്ഞാൽ നമുക്കറിയാം 10 11 12 30. ടി പറഞ്ഞാൽ 13 ആണ്. അപ്പൊ അടുത്ത എന്താ കൊടുക്കുന്നത്, ഡിജിറ്റ് 13 കൊടുത്തു, 13 into 16 to the power 1. അടുത്ത എത്ര കൊടുക്കേണ്ടത്, അടുത്ത ഡിജിറ്റ് 1 കൊടുത്തു, 1 into 16 to the power 2. ഇനി ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് അടുത്ത ആൻസർ കിട്ടും. ഇത് നമ്മളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8 എന്ന് കിട്ടും, 8. 13 into 16 മൾട്ടിപ്ലൈ ചെയ്താൽ 200 എത്ര കിട്ടുക, 208 കിട്ടും. അടുത്തത് 16 സ്ക്വയർ 256. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
472 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ഡെസിമൽ വാല്യൂ. ആക്ച്വലി ഹെക്സാഡെസിമലിൽ 15 വരെയുള്ള വാല്യൂ യൂസ് ചെയ്യും. 0 to 9 വരെ നമ്മൾ ഈ ഡിജിറ്റ് ആണ് യൂസ് ചെയ്യുക. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9 വരെ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ABCDEF ആണ് 15 വരെ യൂസ് ചെയ്യുക. അതായത് A10 കറസ്പോണ്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. B11 കറസ്പോണ്ട് ചെയ്തിട്ട് യൂസ് ചെയ്യും. C12, D13, E14, F15 വരെ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഹെക്സാഡെസിമലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇത്രയാണ് നമുക്കൊരു ബേസിക് ആയിട്ട് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്കൊരു ഡെസിമൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ LCM മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബൈനറി നമ്പർ കണ്ടുപിടിക്കുക. അതായത് ഒരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ റിമൈൻഡർ ചെക്ക് ചെയ്യുക. ഓരോ തവണ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണോ 0 ആണോ കിട്ടുന്നത് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചാണ് ഈ മെത്തേഡുകൾ നമ്മൾ ബൈനറി വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 25 ആണ് ഡെസിമൽ വാല്യൂ. ഞാൻ 25 എടുത്തു. അതിനുശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ റിമൈൻഡർ സ്റ്റോർ ചെയ്യണം. അപ്പോൾ 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 ടൈം കറക്റ്റായിട്ട് പോകും. ഒരു റിമൈൻഡർ എത്ര കിട്ടുക? 1. ഇനി അടുത്ത 12നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര? 6 ടൈം പോകും. പ്രാവശ്യം റിമൈൻഡർ 0 ആണ്. അടുത്തത് വീണ്ടും 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര? 3 ടൈംസ് പോകും. ഇപ്രാവശ്യം റിമൈൻഡർ 0 ആണ്. അടുത്ത 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈം പോകും. അപ്പോൾ എത്ര? റിമൈൻഡർ എത്ര കിട്ടിയുള്ളത്? പ്രാവശ്യം 1 ആണ് കിട്ടിയുള്ളത്. അപ്പോൾ 1 എത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഡൗണിൽ നിന്ന് മേലേക്ക് എഴുതുക. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ വാല്യൂസ് എഴുതുക. 1, 1, 0, 0, 1. ഇതാണ് ഇതിന്റെ ബൈനറി വാല്യൂ. നമുക്കിത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് തിരിച്ച് ഞാൻ ഇപ്പോൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത 25 കിട്ടുന്നതും ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ഇതിന്റെ പവർ സ്ഥാനം നമ്മൾ ലെഫ്റ്റിന് കൊടുക്കുക. 0, 1, 2, 3. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതിക്ക് 1ന്റെ വാല്യൂ 1 into 2 to the power 0. അതിനുശേഷം ഈ ഒരു വാല്യൂ 0 ആണ്. 0 into 2 to the power 1 പ്ലസ് 0 into 2 to the power 2 പ്ലസ് അടുത്തത് വീണ്ടും ഈ ഒരു 1 എടുക്കുക. ആ 1 എടുത്തു കഴിഞ്ഞാൽ 1 into 2 to the power 3 പ്ലസ് അടുത്ത ലാസ്റ്റ് ഒരു 1 എടുക്കുക. ആ 1 എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 into 2 to the power 4. ഈ ഒരു വാല്യൂ 1 into 2 to the power 0, അതായത് 1 തന്നെ കിട്ടും. പിന്നെ 2 0, 0, 0. 2 to the power 3 പറഞ്ഞാൽ 8. 2 to the power 4 പറഞ്ഞാൽ 16 ആണ് കിട്ടുക. അപ്പോൾ 1 plus 8 plus 16, 25. കറക്റ്റ് 25 കിട്ടും. നമ്മൾ 25ന്റെ കറക്റ്റ് ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ 11001. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. നമുക്ക് അടുത്ത് 125ന്റെ ചെക്ക് ചെയ്യാം. അപ്പോൾ 125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 62 ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും. നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? റിമൈൻഡർ 1. വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 31 ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും. റിമൈൻഡർ 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്രാവശ്യം 15 ടൈംസ് കറക്റ്റ് ആയിട്ട് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 ടൈംസ് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 ടൈംസ് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ടൈമേ പോയില്ലു. റിമൈൻഡർ എത്രയാണ്? 1. നമ്മൾ താഴെ നിന്ന് മേലേക്ക് എഴുതുക. എത്രയാണ്? 1, 1, 1, 1, 1, 0, 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. നമുക്കിത് ചെക്ക് ചെയ്യണമെങ്കിൽ പവർ വാല്യൂ 0, 1, 2, 3, 4, 5, 6. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യക്ക് ഈ ഒരു വാല്യൂ എടുക്കുക. 1 into 2 to the power 0. ഈ 1 എടുത്തു കഴിഞ്ഞാൽ അടുത്ത 0 എടുക്കുക. 0 into 2 to the power 1 പ്ലസ് അടുത്ത ഇങ്ങനെയുള്ളതൊക്കെ 1 ആണ്. 5 സെറ്റ് കൂടി ഉണ്ട്. അപ്പോൾ 1 into 2 to the power 2 പ്ലസ് 1 into 2 to the power 3 പ്ലസ് 1 into 2 to the power 4 പ്ലസ് 1 into 2 to the power 5 പ്ലസ് 1, 2, 3, 4, 5, 6, 7. 1, 2, 4, 5, 6 ആയിട്ടുണ്ട്. 1 into 2 to the power 6. 2 to the power 6 ലാസ്റ്റത്തെ ഈ ഒരു വാല്യൂ ആദ്യത്തെ 1 ആണ് വരിക. ഈ ഒരു വാല്യൂ 0 ആണ് വരിക. അടുത്തത് 2 to the power 2, 4, പിന്നെ 8, പിന്നെ 16, പിന്നെ 32, പിന്നെ 64. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 96 കിട്ടും.
8ഉം 16 കൂടി കൂട്ടി കഴിഞ്ഞാൽ 24. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 5. 96ഉം 24ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 120. 125 കൂടി കൂട്ടി കഴിഞ്ഞാൽ 125. 125ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 1 1 1 1 0 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. 45ന്റെ ബൈനറി നോക്കി നോക്കാം. 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടുക? 22 ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 11 ടൈം പോയി. പ്രശ്നം റിമൈൻഡർ 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 ടൈംസ് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 ടൈംസ് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര ടൈം പോയി? 1 ടൈം പോയി. റിമൈൻഡർ 0. ഈ താഴെ നിന്ന് മേലേക്ക് എഴുതുക. അപ്പൊ എത്ര? 1 0 1 1 0 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. ഇത് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പവർ വാല്യൂസ് എങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൂടി വരും. 0 1 2 3 4 5. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യക്ക് ആദ്യത്തെ വാല്യൂ എത്ര? 1 ആണ്. 1 into 2 to the പവർ എത്രയാണ്? 0. പ്ലസ് അടുത്ത വാല്യൂ 0 ആണ്. ഈ 0 വാല്യൂ കൊണ്ട് നമ്മൾ ജസ്റ്റ് 0 ഇട്ട് കൊടുത്താൽ മതി. അടുത്ത് വീണ്ടും 1. 1 into 2 to the power 2 ആണ് അവിടെ വരും. പ്ലസ് അടുത്ത് വീണ്ടും 1. ഈ 1 ആട്ടോ. 1 into 2 to the power 3. അടുത്ത വാല്യൂ 0 ആണ്. അടുത്ത വാല്യൂ 1 into 2 to the power 5. ലാസ്റ്റത്തെ വാല്യൂ. ഇനി ഇവിടുത്തെ വാല്യൂ എത്ര വരിക? 1 വരും. അടുത്ത വാല്യൂ 0. പിന്നത്തെ വാല്യൂ 4. പിന്നത്തെ വാല്യൂ 8. പിന്നത്തെ വാല്യൂ 0. പിന്നത്തെ വാല്യൂ 32. 32 8 കൂടി കൂട്ടി കഴിഞ്ഞാൽ 40. ഈ വാല്യൂ 1 ആട്ടോ. 1ഉം 5 കൂടി കൂട്ടി കഴിഞ്ഞാൽ 5. 5ഉം 40 കൂടി കൂട്ടി കഴിഞ്ഞാൽ 45. അപ്പോൾ 45ന്റെ ബൈനറി വാല്യൂ ആണ് 101101. ഇങ്ങനെയാണ് നമുക്ക് ഡെസിമലിൽ നിന്ന് ബൈനറിയും ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ 2ന്റെ പവറൊക്കെ ആദ്യം പഠിച്ചു വെക്കുക. 2ന്റെ പവർ പറഞ്ഞാൽ എത്രയാണ്? ആദ്യം 1, പിന്നത്തെ 2, പിന്നത്തെ 4, പിന്നത്തെ 8, പിന്നത്തെ 16, പിന്നത്തെ 32, പിന്നത്തെ 64. എന്തെങ്കിലും മിസ് ആയിട്ടോ? 1 2 4 8 16 32 64. അതായത് 2 to the power 0 ആണ് 1. 2 to the power 1, 2 to the power 2, 2 to the power 3, 2 to the power 4, 2 to the power 5, 2 to the power 16. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ 52 എടുക്കുകയായിരിക്കുക. 52ന്റെ ബൈനറി പെട്ടെന്ന് എഴുതണമെങ്കിൽ ഇതിലെ ഏതൊക്കെ സംഖ്യകളുടെ സമമായിട്ടാണ് 52 വരിക നോക്കി നോക്കുക. അപ്പോൾ 64 ഉണ്ടാ? ഇല്ല. അപ്പോൾ 64 തൊട്ട് താഴെയുള്ളത് ഏതാണ്? 32 പോയിന്റ്. 32ന്റെ തൊട്ട് താഴെയുള്ള 2 to the power ഏതാ? 32 എടുത്തു. അതിനുശേഷം 16 എടുക്കുക. 32 16 കൂടി കൂട്ടി. 16 കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 48. ഇനി എത്രയാണ് വേണ്ടത്? ഇനി 4 ആണ് വേണ്ടത്. അപ്പോൾ എത്രയാണ്? 52. അപ്പൊ ഇതാണ് ഈ 3 വാല്യൂ ആണ് ഇവിടെ 1 ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതിന് താഴെ ജസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. 1 1 1. ബാക്കിയുള്ള വാല്യൂ 0 ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിന്റെ ബൈനറി വാല്യൂ. അപ്പൊ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. 68. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 1680ന്റെ ബൈനറിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 128 64 കഴിഞ്ഞ് കഴിഞ്ഞാൽ 128, അതായത് 2 to the power 7. അത് നമ്മുടെ ഇല്ല. അതിന് താഴെയുള്ള എടുക്കുക 64. ഇപ്പൊ 64 ഉണ്ട്. അപ്പൊ അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 68നെ 64 പ്ലസ് 4 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ 4ന്റെ അവിടെ ഇട്ട് കൊടുക്കുക 1. ഈ ബാക്കിയുള്ള വാല്യൂ ജസ്റ്റ് 0 ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ 68ന്റെ ബൈനറി വാല്യൂ. അപ്പൊ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് കുറച്ച് 2ന്റെ പവർ നന്നായി ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി ടു ഡെസിമൽ ആണ്. അതായത് ബൈനറി നമ്പറിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡെസിമൽ കൺവേർട്ട് ചെയ്യാം, ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു ഡെസിമൽ നമ്പർ എഴുതി വെക്കുക. ഒരു ഡെസിമൽ നമ്പറാണ് എഴുതുന്നത് 125. അപ്പൊ ഡെസിമൽ നമ്പറിന്റെ ബേസ് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഇത് ഒറ്റ സ്ഥാനത്തിലാക്കാം. ഇത് 10ന്റെ പ്ലേസ്, ഇത് 100ന്റെ പ്ലേസ്. അപ്പൊ 125 നമുക്ക് എഴുതാൻ പറ്റും. അതായത് 5 into ബേസ് എത്രയാണ്? ഡെസിമൽ നമ്പറിന്റെ ബേസ് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ആദ്യം 10 to the power 0. അതായത് ഈ ഒരു ഇവിടെ ബേസിന്റെ വാല്യൂ, ബേസിന്റെ അല്ല പവറിന്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് 10 to the power 0. അടുത്തത് 1 ആയിരിക്കും. പിന്നെ 2 ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 3. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പവറിന്റെ വാല്യൂ ഇൻക്രീസ് ആയിട്ട് വരും. അടുത്ത വാല്യൂ എന്താ? 5 കഴിഞ്ഞു. 5 കഴിഞ്ഞാൽ 2 ആണ്. 2 into 10 to the power 1. അടുത്ത വാല്യൂ എത്രയാണ്? 1. 1 into 10 to the power 2. ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഇത് 5 കിട്ടും. ഇത് 20 കിട്ടും.
ഇത് 100 കിട്ടും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 125 കിട്ടും. ഇങ്ങനെയാണ് 125 നമ്മൾ എഴുതുന്നത്. അതേപോലെ നമുക്കൊരു ബൈനറി വാല്യൂ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതേ ട്രിക്കിനെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ബൈനറി വാല്യൂ എഴുതുന്നത് 1011101. ഇത് നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ബൈനറി വാല്യൂ. അതിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പവർ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും കൂടി വരും. ഇതാണ് പവർ വാല്യൂ, അതായത് ബേസിന് കൊടുക്കുന്ന പവർ. ഡെസിമലിന്റെ ബേസ് പറഞ്ഞാൽ 10 ആണ്. നമ്മുടെ ബൈനറി വാല്യൂന്റെ ബേസ് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതുക? ആദ്യത്തെ 1 എടുത്തു, 1 ഇൻറ്റു ബേസ് വാല്യൂ പറഞ്ഞാൽ 2. ഇവിടെ 10ന് പകരം ഇവിടെ 2 എടുത്തു, 0. അടുത്ത വാല്യൂ എത്രയാണ്? 0. അപ്പൊ 0 ഇൻറ്റു 2 ടു ദി പവർ 1. അടുത്ത വാല്യൂ വീണ്ടും 1. അടുത്ത വാല്യൂ 1 ആണ്. അടുത്ത വാല്യൂ 1 ഇൻറ്റു 2 ടു ദി പവർ 2 എടുത്തു. അടുത്ത വാല്യൂ വീണ്ടും എത്രയാണ്? അതും 1 ആണ്. അടുത്ത വാല്യൂ എടുത്തു 1. 1 ഇൻറ്റു 2 ടു ദി പവർ 3. പിന്നത്തെ വാല്യൂ എത്രയാണ്? 0. 0 ഇൻറ്റു 2 ടു ദി പവർ 4. അതായത് 0 നമ്മൾ എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് വാല്യൂ 1. ആ 1 കൂടി എടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ടു ദി പവർ 5. നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഈ വാല്യൂ എത്ര കിട്ടുക? 1. ഈ വാല്യൂ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് മൊത്തത്തിൽ 0 കിട്ടും. പിന്നത്തെ വാല്യൂ 4. പിന്നത്തെ വാല്യൂ 8. പിന്നത്തെ വാല്യൂ ഇതും 0 കിട്ടും. പിന്നത്തെ വാല്യൂ ഇത് എത്ര കിട്ടുക? 32 ആണ് കിട്ടും. 32 8 കൂടി കൂട്ടി കഴിഞ്ഞാൽ 40. 4 കൂടി കൂട്ടി കഴിഞ്ഞാൽ 44. 44 1 കൂടി കൂട്ടി കഴിഞ്ഞാൽ 45. 45 ആണ് ഇതിന്റെ ആൻസർ. 45ന്റെ ഡെസിമൽ ബൈനറി വാല്യൂ ആണ് 101101. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് 10001000. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ പവർ വാല്യൂസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. അതായത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, 4, 5, 6. അതായത് 2ന്റെ പവർ ഇടുന്ന വാല്യൂസ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ കൂടി വരും. നമുക്ക് ജസ്റ്റ് ടൈപ്പ് ആദ്യത്തെ വാല്യൂ 0 ആണ്. അപ്പൊ 0 ഇൻറ്റു 2 ടു ദി പവർ 0. പിന്നത്തെ വാല്യൂ 0 തന്നെയാണ്. അടുത്ത വാല്യൂ 0. അപ്പൊ അടുത്ത് എന്താ എഴുതുക? 0 ഇൻറ്റു 2 ടു ദി പവർ 1 പ്ലസ് അടുത്ത വാല്യൂ 1 ആണ്. 1 ഇൻറ്റു 2 ടു ദി പവർ 2 പ്ലസ് 0 ഇൻറ്റു 2 ടു ദി പവർ 3 പ്ലസ് വീണ്ടും 0 ഇൻറ്റു 2 ടു ദി പവർ 4. അതായത് ഇതുവരെ എത്തിപ്പോ വീണ്ടും ഒരു 0 കൂടി ഉണ്ട്. അപ്പൊ 0 ഇൻറ്റു 2 ടു ദി പവർ 5 പ്ലസ് 1 ഇൻറ്റു 2 ടു ദി പവർ 6. ലാസ്റ്റത്തെ വാല്യൂ വരെ എത്തി. ഇതിലിപ്പോ നമുക്ക് ഈ ഒരു വാല്യൂ മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമാണ് 2 ടു ദി പവർ ഇല്ലു. അപ്പൊ 4 ഇത് എത്ര കിട്ടുക? 64. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ 0 ആണ് കിട്ടുക. 64 4 കൂടി കൂട്ടി കഴിഞ്ഞാൽ 68. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. നമുക്ക് അടുത്തൊരു വേഗത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് 2ന്റെ പവേഴ്സ് അറിയുമെന്ന് വെക്കുക. അതായത് 2ന്റെ പവർ പറഞ്ഞാൽ 1, 2, 4, 8, 16, 32, 64 ഇങ്ങനെ പോകും. അതായത് 2 ടു ദി പവർ 0 ആണ് 1, 2 ടു ദി പവർ 1 2, 2 ടു ദി പവർ 2 4, 2 ടു ദി പവർ 3, 2 ടു ദി പവർ 4, 2 ടു ദി പവർ 5, 2 ടു ദി പവർ 6. നമുക്ക് ഒരു ബൈനറി വാല്യൂ കിട്ടിയിരിക്കുക. ബൈനറി വാല്യൂ 1 1 0 1 0 0. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. ഇതിനെ നമ്മൾ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതേപോലെ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എവിടേക്കാണ് 0? ഇവിടെ 0 ആണ്. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1. അപ്പൊ 1 ഉള്ള സ്ഥലം ഏതൊക്കെയാണ്? ഈ സ്ഥലം, പിന്നെ ഇവിടെ. അപ്പൊ ആ 3 പ്ലേസിന്റെ വാല്യൂസ് എത്ര നോക്കുക? 32, 16, 4. അത് 3 കൂടി ആഡ് ചെയ്യുക. 32 പ്ലസ് 16 പ്ലസ് 4. ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 52 കിട്ടും. അപ്പൊ നമുക്ക് 2 ടു ദി പവർ വേഗം അറിയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡിൽ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് വേണമെങ്കിൽ വേഗത്തിൽ കണ്ടുപിടിക്കാൻ ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ അറിയുന്ന പോലെ പവറിന്റെ വാല്യൂസ്, അതായത് 0 1 2 3 4 5 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പവർ കൂട്ടി വരും. ഓരോ വാല്യൂസ് എടുക്കുക. ആദ്യത്തെ വാല്യൂ 0 ഇൻറ്റു 2 ടു ദി പവർ 0 പ്ലസ് അടുത്ത വാല്യൂ 0 ഇൻറ്റു 2 ടു ദി പവർ 1 പ്ലസ് അടുത്ത വാല്യൂ എത്ര? 1 ഇൻറ്റു 2 ടു ദി പവർ 2 പ്ലസ് അടുത്ത വാല്യൂ എത്ര? 0 ഇൻറ്റു 2 ടു ദി പവർ 3 പ്ലസ് പിന്നെ 2 1 ആണുള്ളത്. അതായത് ലാസ്റ്റ് 2 1 കൂടി ഉണ്ട്. അപ്പോൾ 1 ഇൻറ്റു 2 ടു ദി പവർ 4 പ്ലസ് 1 ഇൻറ്റു 2 ടു ദി പവർ 5. ഇതിൽ ഈ വാല്യൂ 0, ഇതും 0. ഇതെത്ര? 4. പിന്നത്തെ വാല്യൂ 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതും 0. പിന്നത്തെ വാല്യൂ 16. പിന്നത്തെ വാല്യൂ 32. അപ്പൊ ഇത് 3 കൂടി കൂട്ടി കഴിഞ്ഞാൽ 52 തന്നെ കിട്ടും. നമുക്ക് ഇത് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഒരു നമ്പർ എഴുതാം.
154 154 നമുക്ക് ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ നമ്മൾ സ്റ്റോർ ചെയ്തു, റിമൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ബൈനറി നമ്പറിന്റെ ബേസ് 2 ആണ്. ഒക്ടൽ നമ്പറിന്റെ ബേസ് എത്രയാണ്? ഒക്ടൽ നമ്പറിന്റെ ബേസ് 8 ആണ്. അപ്പോൾ 154ന്റെ ഡെസിമൽ 154, അതായത് ബേസ് 10 ആണ് ഡെസിമലിന്റെ. അതിനെ നമ്മൾ ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 154നെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് റിമൈൻഡർ നമ്മൾ നോക്കുക. 154നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തവണ പോകും? 90 ടൈംസ് പോകും. 19 into 8 152 ആണ് വരിക. പിന്നെ എത്ര കൂടി വരണം? 154 ആവാൻ 2 വേണം. അപ്പോൾ റിമൈൻഡർ 2. 19നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വേണോ? 2 ടൈം പോകും. 2 ടൈം 8 കൊണ്ട് വിളിച്ചാൽ 2 into 8 16. അപ്പം ഇനി 19 ആവണം എത്ര ഉണ്ട്? 3. അപ്പോൾ റിമൈൻഡർ 3. അപ്പം ഇപ്പോൾ കിട്ടിയത് 2 ആണ്. 2 8നേക്കാൾ ചെറുതായാൽ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക. 2 3 2. ഇതാണ് നമ്മുടെ 154ന്റെ ഒക്ടൽ വാല്യൂ. 154ന്റെ ഒക്ടൽ വാല്യൂ 232 ആണ്. ഈ 232 നമുക്ക് 0232 എന്ന് എഴുതാൻ പറ്റും. ഈ 0 ഉള്ളത് പ്രിഫിക്സ് ആണ്. ഒക്ടൽ വാല്യൂവിന്റെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആദ്യത്തെ 0 വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 0232. അതാണ് 154ന്റെ ഒക്ടൽ വാല്യൂ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. അതിന് ഞാൻ എഴുതുന്ന നമ്പർ 212 ആണ്. 212നെ ഡെസിമൽ നിന്ന് ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. 212 ഡെസിമൽ വാല്യൂ. അപ്പോൾ നമ്മൾ 212 എഴുതുക, അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 212 എത്ര ടൈം പോകും? 26 ടൈം പോകും. നമ്മൾ റിമൈൻഡർ സ്റ്റോർ ചെയ്യുക. റിമൈൻഡർ എത്ര കണ്ടുപിടിക്കണം? അപ്പോൾ 26 into 8 എത്ര വരിക? 2 not 8 ആണ് കിട്ടുക. ഇനി 212 എത്ര ഉണ്ട്? 4. അപ്പോൾ റിമൈൻഡർ 4. ഈ 26ൽ 8 എത്ര തവണ പോകും? 3 ടൈംസ് പോകും. 3 into 8 24. നമുക്ക് എത്ര കിട്ടാണ്? 26. റിമൈൻഡർ 2. നമുക്ക് ഇപ്പോൾ കിട്ടിയ സംഖ്യ 3 ആണ്. ഇനി 3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 8ന് താഴെ സംഖ്യ നമുക്ക് കിട്ടി. അപ്പം ഇനി റിമൈൻഡർ നമ്മൾ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കുള്ള ഡയറക്ഷനിൽ എഴുതുക. 3 2 4. ഇതാണ് അപ്പോൾ 212ന്റെ ഒക്ടൽ വാല്യൂ. ഇതാണ് ഒക്ടൽ വാല്യൂ. നമുക്ക് ഒന്നെങ്കിൽ 3 2 4 8 ബേസ് ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ പ്രിഫിക്സ് വാല്യൂ നമ്മൾ ഒക്ടൽ വാല്യൂന്റെ പ്രിഫിക്സ് 0 ആണ് യൂസ് ചെയ്യുക. 0 3 2 4 അങ്ങനെയും എഴുതാൻ പറ്റും. നമുക്ക് അടുത്തായിട്ട് ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഒക്ടൽ നമ്പറിന്റെ ബേസ് പറഞ്ഞ എത്രയാണ്? ഒക്ടൽ നമ്പറിന്റെ ബേസ് പറഞ്ഞാൽ 8 ആണ്. അതിൽ 0 1 2 3 4 5 6 7 ഇങ്ങനെ 8 ഡിജിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് 0. അതുകൊണ്ടാണ് ബേസ് 8 എന്ന് പറയുന്നത്. 8 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റ്സ്. അതുകൊണ്ട് അതിന്റെ ബേസ് 8 ആണ്. അതേപോലെ ഒരു ഒക്ടൽ നമ്പറിന്റെ ഓരോ പ്ലേസിനെയും 8ന്റെ പവർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒക്ടൽ നമ്പറിന് ഓരോ ഡെസിമൽ നമ്പർ എടുക്കാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സംഖ്യ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 124 ആണ് എടുക്കുന്നതായിരിക്കുക. അപ്പൊ ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ 10ന്റെ സ്ഥാനം, ഇത് 100ന്റെ സ്ഥാനം. നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 4. ഇതിന്റെ പ്ലേസ് വാല്യൂ നമുക്ക് 10ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഡെസിമലിന്റെ ബേസ് 10 ആണ്. അതുകൊണ്ടാണ് 10ന്റെ പവർ ആയിട്ട് നമുക്ക് 4 into 10 raised to 0 എന്ന് എഴുതാൻ പറ്റും. അടുത്തതിനെ 2 into 10 to the power 1 എന്ന് എഴുതാൻ പറ്റും. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും പവറിന്റെ വാല്യൂ കൂടി വരും. അടുത്തതിന് നമുക്ക് ലാസ്റ്റ് സംഖ്യ എത്രയാണ്? 1 ആണ്. 1നെ നമുക്ക് 1 into 10 to the power 2 എന്ന് എഴുതാൻ പറ്റും. ഇത് 3 കൂടി ആഡ് ചെയ്താൽ 4 20 100. അപ്പോൾ 3 കൂടി ആഡ് ചെയ്താൽ 124. ഇതാണ് നമ്മൾ ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ 124 10 ബേസ് 10 ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ 124 10. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഒക്ടൽ നമ്പറിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒക്ടൽ നമ്പറിന്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ 232 എടുത്തു. 232 എടുത്തു. അതിന്റെ ബേസ് 8. നമ്മൾ ഒക്ടൽ നമ്പറാണ് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 0232. 0 എന്ന് പറഞ്ഞാൽ ഒക്ടൽ നമ്പറിന്റെ പ്രിഫിക്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 232. ഇതിന്റെ പവർ വാല്യൂ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. 0 1 2. നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് എടുത്തു, ഈ ഒരു ഡിജിറ്റ് 2 into ഇവിടെ ഡെസിമൽ വാല്യൂ കൊണ്ട് പവർ ബേസ് 10 ആയിരുന്നു. ഡെസിമൽ വാല്യൂവിന്റെ ബേസ് 10ന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ യൂസ് ചെയ്യുന്നത് ഒക്ടലാണ്. അപ്പൊ ഒക്ടലിന്റെ പ്ലേസ് വാല്യൂ നമുക്ക് 8ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യത്തെ വാല്യൂ 2 into 8 to the power, ഇവിടെ 10 to the power 0 പോലെ 2 into 8 to the power 0 എന്ന് എഴുതാൻ പറ്റും. അതിനുശേഷം അടുത്ത ഡിജിറ്റ് എടുത്തു 3a.
3 into 8 to the power 1 എന്ന് എഴുതാൻ പറ്റും. അടുത്ത ഡിജിറ്റ് എടുത്തു, ലാസ്റ്റ് ഡിജിറ്റ് 2 into 8 to the power 2. അപ്പൊ ഈ ഒരു ടേം എത്ര വരിക? 2 തന്നെ വരും. അടുത്തത് 3 into 8 24. അടുത്തത് 2 into 64. 2 into 64 128. 128ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 130. 130ഉം 24 ആഡ് ചെയ്താൽ 154. ഇതാണ് ഇതിന്റെ ഡെസിമൽ വാല്യൂ. അപ്പോൾ 232ന്റെ ഒക്ടലിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 154 ആയിരിക്കും. നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 3 2 4. ഒക്ടൽ വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ ബേസ് 8 കൊടുത്തു. ഇതിനെ നമ്മൾ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് 4 ആണ്, അതായത് 3 2 4. ഇപ്പോൾ പവർ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. 0 1 2. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 4 into ആദ്യത്തെ ഡിജിറ്റ് എടുത്തു, 4 into ഒക്ടൽ നമ്പറിന്റെ ബേസ് പറഞ്ഞാൽ 8 ആണ്. 4 into 8 to the power 0. അടുത്ത ഡിജിറ്റ് എടുത്തു 2 into 8 to the power 1, അതായത് അതിന്റെ പവർ 1 ആയിരിക്കും. അടുത്ത ഡിജിറ്റ് 3 ആണ്, പ്ലസ് 3 into 8 to the power 2. അപ്പോൾ ഇത് 3 കൂടി ആഡ് ചെയ്യുക. 4 പ്ലസ് 2 into 8 16, പ്ലസ് 3 into 8 സ്ക്വയർ, അതായത് 3 into 64. 4ഉം 16ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. 3 into 64 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 192 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 212 കിട്ടും. 212 ബേസ് 10, അതായത് ഡെസിമൽ വാല്യൂ ആണിത്. അപ്പോൾ 324.8 അതിന്റെ ഒക്ടൽ വാല്യൂന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 2112 ആയിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ ഡെസിമൽ നമ്പർ നമ്മൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഡെസിമൽ നമ്പറിലാണെങ്കിൽ 0 1 2 3 4 5 6 8 സാധാരണ നമ്മൾ നമ്പർ എഴുതില്ല, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഹെക്സാഡെസിമൽ നമ്പറിലാണെങ്കിൽ 0 1 2 3 4 5 6 7 8 9 അപ് ടു 9 വരെ കറക്റ്റ് ആണ്. പിന്നെ 10നെ റെപ്രസെന്റ് ചെയ്തിട്ട് എ എന്നാണ് എഴുതുക, 11നെ റെപ്രസെന്റ് ചെയ്തിട്ട് ബി, 12നെ റെപ്രസെന്റ് ചെയ്തിട്ട് സി, 13നെ റെപ്രസെന്റ് ചെയ്യാൻ ഡി ആണ്. അപ്പൊ 0 to 15 വരെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ 0 to 9 വരെ ഡിജിറ്റ് യൂസ് ചെയ്യും. 10 തൊട്ടിട്ട് നമ്മൾ എ ബി സി ഡി ആണ് ഹെക്സാഡെസിമലിൽ യൂസ് ചെയ്യുക. അങ്ങനെ 16 ഡിഫറെന്റ് ഡിജിറ്റ് യൂസ് ചെയ്യും 0 to f വരെ. 16 ഡിഫറെന്റ് ഡിജിറ്റ് യൂസ് ചെയ്യുന്നതാണ് ഹെക്സാഡെസിമലിന്റെ ബേസ് 16 എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ എഴുതിയ അതിന്റെ ഓരോ പ്ലേസ് വാല്യൂ നമുക്ക് 16ന്റെ പവർ വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഡെസിമൽ നമ്പറിന്റെ വാല്യൂ 10 to the പവർ വെച്ചിട്ട് ഓരോ പ്ലേസിലുള്ള വാല്യൂ എഴുതാൻ പറ്റും. അതേപോലെ ഹെക്സാഡെസിമലിന്റെ വാല്യൂ ഓരോ ഡിജിറ്റുള്ള പ്ലേസിന്റെ വാല്യൂ 16ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഇവിടെ ഒരു ഡെസിമൽ വാല്യൂ എഴുതാം. ഡെസിമൽ വാല്യൂ 154. ഡെസിമൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് 10 എന്ന് എഴുതി. ഇതിന് നമുക്ക് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഏതൊരു നമ്പറിനെ നമുക്ക് ഹെക്സാഡെസിമൽ, അതായത് ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 154 ഇല്ലേ, അതിനെ നമ്മൾ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒക്ടലിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബേസ് ആയിട്ടുള്ള 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ നമ്മൾ നോക്കുക. അപ്പൊ 154ൽ 16 എത്ര തവണ പോകും? 9 ടൈം പോകും. 9 into 16 പറഞ്ഞാൽ എത്ര? 144. ഇനി എത്ര 154 ആവാനുള്ളത്? 10. അപ്പൊ 10 റിമൈൻഡർ 10 ആണ്. ഇനി 9നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 9 ഓൾറെഡി 16 ഒക്കെ ചെറുതാണ്. അപ്പൊ റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക 9. പിന്നത്തെ വാല്യൂ 10 ആണ്. 10ന് 10 അല്ല എഴുതുക, 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എത്രയാണ്? എ ആണ്, 9a. അപ്പൊ ഇതിന്റെ പ്രിഫിക്സ് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂ ഹെക്സാഡെസിമലിന്റെ വാല്യൂ പ്രിഫിക്സ് പറഞ്ഞാൽ 0x ആണ്. അപ്പൊ നമ്മുടെ 154 ഡെസിമൽ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 0x9a ആണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ 472 ആണ് കൊടുക്കുന്നത്. 472 ഇതാണ് ഡെസിമൽ വാല്യൂ. അപ്പൊ അതിന്റെ ബേസ് 10 ആണ് കാണിക്കുക, അതായത് ഡെസിമൽ നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ 472നെ ഹെക്സാഡെസിമലിന്റെ ബേസ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 16. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുക. 472നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തവണ കിട്ടും? 29 ടൈംസ് കിട്ടും. 29 into 16 എത്ര? 464 ആണ് കിട്ടുക.
13 into 16 പറഞ്ഞാൽ 480. 29 into 60 464. ഇനി 472 ആവുമ്പോൾ എത്ര ഉണ്ട്? 8 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ 8 ആണ് കിട്ടി. അപ്പോൾ എത്ര തവണ പോയി? 29 ടൈംസ് പോയിട്ട്. എത്ര ടൈംസ് പോയി ഇവിടെ ഇത്. ഈ 29 16 എത്ര തവണ പോകുന്നുണ്ടെന്ന് വീണ്ടും ചെക്ക് ചെയ്യാം. 29 16 എത്ര തവണ പോകും? ആകെ ഒരു തവണയെ പോകുള്ളൂ. 1 into 16 is equal to 16. അപ്പോൾ ഒരു തവണയെ പോയിട്ടുള്ളൂ. അപ്പോൾ 16 കിട്ടി. ഈ 16 29 ആണ് എത്ര ഉണ്ട്? 30. ഇനി 1നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി 16 ചെറിയ വാല്യൂ നമുക്ക് കിട്ടി. ഇനി റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് വരുന്ന ഓർഡറിൽ നമ്മൾ എഴുതുക. 1 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ? 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം ഡി ആണെന്ന്. കണ്ട 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡി ആണ്. അപ്പോൾ 30ക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നത്? ഡി എന്നാണ് എഴുതുന്നത്. പിന്നത്തെ വാല്യൂ എന്തൊട്ടാ? 8. അടുത്ത റിമൈൻഡർ 8. 1d8 16. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ പ്രിഫിക്സ് എഴുതുക 0x 1d8. ഇതാണ് 478 to 10. 472ന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 1d8 or 0x 1d8. ഒന്നെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. 0x ആണ് ഹെക്സാഡെസിമലിന്റെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുക ഈ ഒരു വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്, നമുക്ക് അങ്ങനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഇതിന്റെ റിവേഴ്സ് നോക്കി നോക്കാം. അതായത് ഹെക്സാഡെസിമൽ വാല്യൂനെ എങ്ങനെ ഡെസിമൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഹെക്സാഡെസിമൽ വാല്യൂ എഴുതാം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് തന്നെ എഴുതാം. 9a. ഇതാണ് ഹെക്സാഡെസിമൽ വാല്യൂ. 9aനെ നമ്മൾ ഡെസിമൽ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യണം. 9aനെ ഹെക്സാഡെസിമൽ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ a എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് വാല്യൂവിനെയാണ്? a എന്ന് പറയുന്നത് 10നെയാണ്, b പറയുന്നത് 11. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ 9a എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ബേസ് വാല്യൂ വെച്ചിട്ട്. അതായത് ഈ a എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ എയുടെ അവിടെ 10 ഇട്ട് കൊടുക്കുക. 10 ഇൻറ്റു ഈ ഹെക്സാഡെസിമലിന്റെ ബേസ് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16 ഇട്ട് കൊടുക്കുക. ഇനി അതിന്റെ പവർ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. ഇവിടെ യൂസ് ചെയ്യേണ്ട പവർ 0 ആണ്. 10 into 60 to the power 0 പ്ലസ് അടുത്ത വാല്യൂ എത്രയാണ്? അടുത്ത വാല്യൂ പറഞ്ഞാൽ 9 ആണ്. 9 into 16 to the power, അവിടുത്തെ പവറിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ 10 into 16 to the power 0 പറഞ്ഞാൽ 10 പ്ലസ് 9 into 16 പറഞ്ഞാൽ 144. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 154. അപ്പോൾ 9a16 ഈ ഒരു ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 154 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നേരത്തെ ചെയ്ത് തന്നെ 1d8. ഈ ഒരു ഹെക്സാഡെസിമലിനെ നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1d8നെ നമുക്ക് വീണ്ടും d പറഞ്ഞാൽ എത്രയാണ്? b പറഞ്ഞാൽ 11, c പറഞ്ഞാൽ 12, d പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ നമുക്ക് 1d8നെ നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 ഡിയുടെ അവിടെ 10 ഇട്ട് കൊടുക്കുക. 10 പിന്നത്തെ സംഖ്യ എത്ര? 8. ഇനി പവർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. 0 1 2. നമുക്കിതിനെ പ്ലേസ് ഹോൾഡറിന്റെ വാല്യൂ അനുസരിച്ച് ചെയ്താൽ പറ്റും. അതായത് നമുക്ക് ഡെസിമൽ ഹെക്സാഡെസിമലിന്റെ ഓരോ പ്ലേസിലുള്ള വാല്യൂ നമുക്ക് 16ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും, നേരത്തെ എഴുതിയ പോലെ. അതേപോലെ ആദ്യത്തെ ഡിജിറ്റ് 8 എടുക്കുക, 8. ഇനി 16 എടുക്കുക. ഇനി അവിടുത്തെ പവറിന്റെ വാല്യൂ 0 ആണ്. 18 into 60 to the power 0. അടുത്ത വാല്യൂ എടുക്കുക 10 പറഞ്ഞാൽ ഡി ആയിരുന്നു. 10 അല്ല, സോറി 13 ആണ് വരിക. ഡി പറഞ്ഞാൽ 13 ആണ് വരിക. 13 into 16 to the power 1. 13 into 60 to the power 1. അടുത്ത വാല്യൂ എന്താ വരിക? അടുത്ത വാല്യൂ 1. 1 into 16 to the power, അവിടുത്തെ പവറിന്റെ വാല്യൂ എത്ര വരിക? 2 ആണ് വരിക. ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 into 16 പകുതി 0. അപ്പോൾ 8. 13 into 16. 13 into 16 പറഞ്ഞാൽ എത്ര കിട്ടുക? 16 into 13. 3 into 6 8. 8 ബാക്കി 1 3 1 4 16 208. 208. Then 1 into 16 to this 16 square. 16 square പറഞ്ഞാൽ 256. ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 8. 8ഉം
പ്ലസ് 208 256 464 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 472 കിട്ടും. അപ്പോൾ 1D816 കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ, ഹെക്സാഡെസിമൽ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 472 ആയിരിക്കും. ഇനി നമുക്ക് ഹെക്സാഡെസിമൽ വാല്യൂവിനെ എങ്ങനെ ബൈനറി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ ഹെക്സാഡെസിമൽ വാല്യൂവിനെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഹെക്സാഡെസിമലിൽ 0 to 15 വരെ ഉണ്ട്, 0 to 15 വരെ. അതിന് 0 to 9 വരെ നമുക്ക് ഡിജിറ്റ് എഴുതും. പിന്നെ 10ന് നമ്മൾ എ റെപ്രസെന്റ് ചെയ്യും, 11ന് ബി, അങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് 15 നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഏതാ, എഫ് വെച്ചിട്ടാണ്. ഈ 15ന്റെ ബൈനറി നമ്പർ എന്താണെന്ന് അറിയോ? 15ന്റെ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 15ന്റെ ബൈനറി ഇങ്ങനെയാണ് വരിക, 4 ബിറ്റും 1 ആയിരിക്കും. ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 7 കിട്ടും. റിമൈൻഡർ എത്ര, 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 3 കിട്ടും. റിമൈൻഡർ 1, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടുക, 1 ടൈം പോകും, റിമൈൻഡർ 1. ഈ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക, അപ്പോൾ എത്രയാണ്, 1 1 1 1. അപ്പോൾ നമുക്ക് 4 ബിറ്റ് എന്തായാലും വേണം 15 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഹെക്സാഡെസിമൽ വാല്യൂയുടെ ഒരു എക്സാമ്പിൾ 1D8, ഇതാണ് ഹെക്സാഡെസിമൽ വാല്യൂ. ഈ 1D8നെ നമുക്ക് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഡിജിറ്റ് ആയ 15 റെപ്രസെന്റ് ചെയ്യാൻ 4 ബിറ്റ് വേണം. അപ്പൊ നമ്മൾ ഈ ഓരോ ഡിജിറ്റിനും നമ്മൾ 4 ബിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 8ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ എത്ര, 8ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ ഇങ്ങനെയാണ്, 4 ബിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലെ നമുക്ക് 8 ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4, റിമൈൻഡർ 0, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2, റിമൈൻഡർ 0, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1, റിമൈൻഡർ 0, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക. 8ന്റെ ബൈനറി വാല്യൂ 1000 ആണ്. ഡി പറഞ്ഞ എത്രയാണ്, 10 പറഞ്ഞ എ, 11 പറഞ്ഞ ബി, 15 എന്താ 12 പറഞ്ഞ സി ആണ്, 13 പറഞ്ഞാലാണ് ഡി. അപ്പൊ ഡി പറഞ്ഞാൽ 13 ആണ്. 13ന്റെ ബൈനറി വാല്യൂ എത്രയാണ്, 13ന്റെ ബൈനറി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതും ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. 13നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 15 വരെ കാണാപ്പുറം പഠിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ചെയ്ത് നോക്കേണ്ടത്. 13 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ടൈം പോകും, 1 റിമൈൻഡർ, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ടൈം പോകും, അപ്പോഴും 1 അല്ല, അപ്പൊ 0 റിമൈൻഡർ കറക്റ്റ് ആയിട്ട് പോകും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ പോകും, റിമൈൻഡർ 1. ഇനി ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക, അപ്പൊ എത്ര കിട്ടുക, 1 1 0 1. ഇനി 1ന്റെ ബൈനറി വാല്യൂ 0 0 0 1. ഇതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 1ന്റെ വാല്യൂ എത്ര വരിക, ആദ്യം നമുക്ക് 1ന്റെ വാല്യൂ എഴുതാം, 0 0 0 1. പിന്നെ എത്ര വരിക, ഡിയുടെ 13ന്റെ വാല്യൂ 1 1 0 1. പിന്നത്തെ വാല്യൂ എന്താ, 1 0 0 0. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാണെങ്കിൽ 0 0 0 1 1 1 0 1 1000 അല്ല 1000. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1D8 അതിന്റെ ബൈനറി വാല്യൂ വരിക. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കി നോക്കാം. അതിന്റെ ഞാനിപ്പോ ഹെക്സാഡെസിമൽ വാല്യൂ 0x, ഇത് അതിന്റെ പ്രിഫിക്സ് ആണ്, ഹെക്സാഡെസിമൽ ആണ് കാണിക്കാൻ വേണ്ടി. 0x ABCDEF, ഇതാണ് നമ്മുടെ നമ്പർ വിചാരിക്കുക. അപ്പൊ ഇതിന് നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എ പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 10ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ പറഞ്ഞാൽ ഇതാണ് 10ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 10ന്റെ. അടുത്തത് ബി ആണ്, ബി പറഞ്ഞാൽ 11ന്റെ കറസ്പോണ്ടിങ് വാല്യൂ പറഞ്ഞാൽ 10. സിയുടെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ പറഞ്ഞാൽ അടുത്തത് ഡിയുടെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 1 0 1. അടുത്തത് ഇയുടെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ പറഞ്ഞാൽ ഈ പറഞ്ഞാൽ 14 ആണ്. 14ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 1 1 0. അടുത്തത് എഫിന് 4 1. ഇതാണ് ബൈനറി വാല്യൂ. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം. അതായത് 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1 1 1 1 0 1 1 1 1. ഇതാണ് 0x ABCDEF. അതായത് ABCDEF പറഞ്ഞിട്ടുള്ള ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഇതായിരിക്കും വരിക.
നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. അതായത് ഒരു ബൈനറി വാല്യൂ തന്നാൽ എങ്ങനെ അതിനെ നമുക്ക് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഒരു ബൈനറി വാല്യൂ തന്നാൽ നമ്മൾ ആദ്യം 4 ബിറ്റ് വരുന്ന തരത്തിൽ പെയറാക്കുക. അതായത് ഇതൊരു പെയർ, ഈ 4 ഒരെണ്ണം പെയർ, പിന്നെ ഒരു പെയർ, അടുത്ത പെയർ, പിന്നത്തെ ഒരു പെയർ ഇല്ല. അപ്പൊ അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 3 0 ഇട്ട് കൊടുക്കുക. അതായത് ഈ സംഖ്യ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 0 0 0 1 ആദ്യത്തെ പെയർ, പിന്നത്തെ 1 1 0 1 അടുത്ത പെയർ, 1 0 0 0 അടുത്ത പെയർ. ഇങ്ങനെ 4ന്റെ പെയർ ആക്കാനുള്ള കാരണം ഹെക്സാഡെസിമലിലെ ഏറ്റവും വലിയ വാല്യൂ 15. അതിന് നമ്മൾ ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 4 ബിറ്റ് വേണം. അതുകൊണ്ടാണ് ഇവിടെ 4ന്റെ പെയർ ആയിട്ട് മാറ്റുന്നത്. ഇനി ഓരോ 4ന്റെ പെയർ ആക്കിയതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എത്ര നോക്കുക. അപ്പൊ ഇതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ 8 ആണ് വരിക. ഇതിന്റെ വാല്യൂ എത്ര വരിക? 13 ആണ് വരിക. ഇതിന്റെ വാല്യൂ എത്ര വരിക? 1 ആണ് വരിക. 13 നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുക D ആയിട്ടാണ് പറയുക. അപ്പോൾ 1D8 ഇതാണ് ഈ ഒരു ബൈനറി വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ. അടുത്ത നമുക്കൊന്ന് നോക്കി നോക്കാം. അടുത്തത് 0 0 1 0 1 0 1 1 0 1 0 1 0 1 1 0. ഇതിന് നമുക്ക് 4ന്റെ പെയർ ആക്കി ചെയ്ത് ഒരു 4ന്റെ പെയർ, ഒരു 4ന്റെ പെയർ, ഒരു 4ന്റെ പെയർ, ഒരു 4ന്റെ പെയർ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2 ആണ്. അതായത് ഹെക്സാഡെസിമൽ വാല്യൂ 2 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? ഇത് 11 ആണ്. 11 എന്ന് പറഞ്ഞാൽ എത്ര വരിക? B ആണ് വരിക. 11 പറഞ്ഞാൽ B ആണ്. ഇതിന് 0 1 0 1 അത് പറഞ്ഞാൽ 5 ആണ്. ഈ ഒരു വാല്യൂ എത്ര വരിക? 6 ആണ്. അപ്പൊ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2B5 6 ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ 2B56. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 0x പ്രിഫിക്സ് എഴുതുക. 0x 2B56 നമുക്ക് അങ്ങനെയും എഴുതാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 1 1 1 0 1 1 1 0 1 1 0 1 1 0 1 1. ഇതിന് 4ന്റെ പെയറാക്കി കഴിഞ്ഞാൽ 1 2 3 4 ഇതാണ് അടുത്ത ചോദ്യം. ഇനി നമുക്ക് ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഇത് എത്രയാണ് വരിക? E ആണ് ഇതിന് വരിക. അതായത് ഇത് 14 ആണ്. 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ E. ഇതും E തന്നെ വരിക. ഇത് എത്ര വരിക? നമ്മൾ മുന്നേ എഴുതിയ അതേ വാല്യൂനാണ്. ഇവിടുത്തെ അതേ മുന്നേ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഇത് 13ന്റെ വാല്യൂ ആണ്. അപ്പൊ കറസ്പോണ്ടിങ് 13ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് പറഞ്ഞാൽ D ആണ്. ഈ വാല്യൂ എത്രയാണ് വരിക? 11 എന്നാണ് വരിക. 11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? B ആണ് വരിക. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാണെങ്കിൽ 0x പ്രിഫിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഡിജിറ്റ് E D B. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ EDB16 ബേസ് 16 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ബൈനറി വാല്യൂവിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആദ്യം ആ ബൈനറി വാല്യൂവിനെ 4ന്റെ പെയറാക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെയറാക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പെയറാക്കേണ്ടത്. പെയറാക്കുമ്പോ എന്തെങ്കിലും ഡിജിറ്റ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എക്സ്ട്രാ സീറോസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ 4ന്റെ പെയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതുക. അത് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബൈനറി വാല്യൂവിനെ ഹെക്സാഡെസിമൽ ആയിട്ട് മാറ്റുക. ഇങ്ങനെ ഒരു ഒക്ടൽ വാല്യൂവിനെ ബൈനറി വാല്യൂ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ആദ്യം ഒക്ടൽ വാല്യൂ എഴുതും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 471 ഇതിന് നമുക്ക് ഒക്ടലിൽ നിന്ന് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഒക്ടൽ വാല്യൂ എത്ര നോക്കി നോക്കാം. ഒക്ടൽ വാല്യൂ ഡിജിറ്റ് ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 7 ഇതാണ് ഒക്ടൽ വാല്യൂസ്. ഒക്ടൽ വാല്യൂവിലെ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 7. അപ്പൊ 7 ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? 7ന്റെ ബൈനറി പറഞ്ഞാൽ 1 1 1 ആണ്. അപ്പൊ 7 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിലെ ഓരോ ബിറ്റും നമ്മൾ ഇതിലെ ഓരോ സംഖ്യ 1 7 4 അത് ഓരോന്നും 3 ബിറ്റ് വരുന്ന തരത്തിൽ നമ്മൾ ബൈനറി റെപ്രസെന്റ് ചെയ്യും. അപ്പൊ 4 7 1. അപ്പൊ 1ന്റെ ബൈനറി എത്രയാണ്? 0 0 1. 7ന്റെ ബൈനറി എത്രയാണ്? 1 1 1. 4ന്റെ ബൈനറി എത്രയാണ്? 1 0 0. അപ്പൊ 471 8 അതിന്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 1 0 0 1 1 1 0 0 1. ഇതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള
ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. അടുത്തൊരു എക്സാമ്പിൾ 421 ആയിരിക്കും. അപ്പോൾ 421ന്റെ കറക്റ്റ് ബൈനറി വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 421 ഈച്ച് ഡിജിറ്റ് 421 അതിന് 3 ബിറ്റ് വരുന്ന തരത്തിൽ നമ്മൾ ബൈനറി വാല്യൂ എഴുതും. 1ന്റെ ബൈനറി വാല്യൂ 3 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 0 0 1, 2ന്റെ പറഞ്ഞാൽ 0 1 0, 4ന്റെ പറഞ്ഞാൽ 1 0 0. അപ്പോൾ 421 8 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 0b, അതായത് ബൈനറിയുടെ പ്രിഫിക്സ് പറഞ്ഞാൽ 0b ആണ്. അതിനുശേഷം ബൈനറി വാല്യൂ 1 0 0 0 1 0 0 0 1. ഇതാണ് 421 8ന്റെ ബൈനറി വാല്യൂ. നമ്മൾ കൂടി നോക്കാം. 324 ഇതാണ് ഒക്ടൽ വാല്യൂ. ഈ ഒക്ടൽ വാല്യൂവിനെ നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3 2 4 ഇതിന്റെ ഓരോ ഡിജിറ്റിനും നമ്മൾ 3 ഡിജിറ്റ് വരുന്ന തരത്തിലുള്ള ബൈനറി വാല്യൂ എഴുതാം. 4ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ബിറ്റ് റെപ്രസെന്റേഷൻ. 3 ബിറ്റ് റെപ്രസെന്റേഷനിൽ ഇങ്ങനെയാണ് 4ന്റെ ബൈനറി വാല്യൂ. 2ന്റെ എങ്ങനെയാണ് 0 1 0. 3ന്റെ എങ്ങനെയാണ് 0 1 1. അപ്പോൾ 324 8 അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ പറഞ്ഞാൽ 0b 0 1 1 0 1 0 1 0 0. ഇതാണ് അതിന്റെ കറക്റ്റ് ബൈനറി വാല്യൂ. ഇതിൽ ഓരോ ബിറ്റ് 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം ഒക്ടൽ വാല്യൂവിലെ ഏറ്റവും വലിയ വാല്യൂ 7 റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 3 ബിറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഓരോ ഡിജിറ്റിനെ നമ്മൾ 3 ബിറ്റിന്റെ ബൈനറി വാല്യൂ ആയിട്ട് എഴുതുന്നത്. എഴുതിയതിനു ശേഷം 3 കൂടി കൂട്ടി എഴുതും, ഒരുമിച്ച് എഴുതും. അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ ബൈനറി വാല്യൂ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ബൈനറി വാല്യൂവിനെ നമുക്ക് ഒക്ടൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒക്ടൽ വാല്യൂവിലെ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ 7 ആണ്. ഈ 7 ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് 7 റെപ്രസെന്റ് ചെയ്യുന്നത്. മിനിമം 3 ബിറ്റ് വേണം നമ്മുടെ ഒക്ടൽ വാല്യൂവിൽ 7 റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ ഒരു ബൈനറി നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിനെ 3ന്റെ പേരാക്കുക. ലെഫ്റ്റ് സൈഡിൽ 3ന്റെ പേരാക്കുക. ഇതിപ്പോ കറക്റ്റ് 3ന്റെ പേര് പോകുന്നുണ്ട്. 3ന്റെ പേര് പോവാതെ വല്ലത് ബാക്കി വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് 0 ആഡ് കൊടുത്തിട്ട് വീണ്ടും 3ന്റെ പേര്. ഈ 3ന്റെ പേരാക്കിയതിനെ കറക്റ്റ് ഇതിന്റെ ഈ ബൈനറി വാല്യൂ എഴുതുക. 0 0 1 അതിന്റെ ബൈനറി പറഞ്ഞാൽ 1 ആണ്. 1 1 1 അതിന്റെ ബൈനറി പറഞ്ഞാൽ 7 ആണ്. 100ന്റെ ബൈനറി പറഞ്ഞാൽ 0 0 1 1 2 4 4 ആണ് ഇതിന്റെ ബൈനറി. ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ ഈ ബൈനറിയുടെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 4 7 1 8. ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ വരും. നമുക്ക് വേറൊന്നും എഴുതി വെക്കാം. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. ഇതിന് നമ്മൾ 3ന്റെ പേരാക്കുമ്പോൾ ഒരു പേര് ഇവിടെ വന്നു, പിന്നത്തെ പേരിന് 2 വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 0 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 3ന്റെ പേര് കിട്ടി. ഇനി ഇതിന്റെ നമ്മൾ ഒക്ടലിക്ക് ബൈനറി വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. 0 1 1. ഇതിന്റെ ബൈനറി പറഞ്ഞാൽ 3 ആണ്. ഇതിന്റെ ബൈനറി എത്രയാണ് 2 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 2 3 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ. നമുക്ക് അടുത്തതൊന്ന് നോക്കി നോക്കാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്ത എക്സാമ്പിൾ പറഞ്ഞാൽ 1 0 1 0 1 0 1 1 0 1 0 0 1 0. അപ്പൊ അതിന് നമ്മൾ 3ന്റെ പെയർസ് ആക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആക്കേണ്ടത്. അപ്പൊ ഒരു പെയർ കിട്ടി. അടുത്ത പെയർ, നെക്സ്റ്റ് പെയർ. അടുത്ത പെയർ ആക്കാനുള്ള ഇല്ല, 2 ഉള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 0 ആഡ് ചെയ്യുക. പെയറാക്കാം. നമുക്ക് 3ന്റെ പെയറാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3ന്റെ പെയറാക്കാൻ പറ്റും. ഇനി ഈ 3ന്റെ പെയറാക്കിയതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ബൈനറി വാല്യൂസ് എഴുതുക. 0 1 0 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 2 ആണ്. 0 1 0 2. 0 1 1 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ആണ്. 1 0 1 5. 0 1 0 2. ഇതിന് നമുക്ക് അപ്പൊ ഈ ബൈനറി വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 2 5 3 2 2. ബേസ് 8 ആണ് ഒക്ടൽ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ഒക്ടൽ വാല്യൂവിന്റെ പ്രിഫിക്സ് ആയിട്ടുള്ള 0 എഴുതാം. 0 2 5 3 2 2. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 1 0 1 0 1 1 0 1 1. അപ്പൊ നമ്മൾ ഇതിന് 3ന്റെ പേരാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പേര്, അടുത്തൊരു പേര്. നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് 3ന്റെ പേരേഴ്സ് കിട്ടി.
അപ്പൊ 011 പറഞ്ഞ എത്ര 3 ആണ്. 011 വീണ്ടും 3 101 5. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 5338, അതായത് 0533. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ അടുത്തൊന്ന് എഴുതാണ് 1011011. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ 3ന്റെ പേരാക്കുക. അപ്പൊ ഒരു പേരാക്കി വീണ്ടും ഒരു പേരാക്കി, ഇനി ഒരു പേര് ആക്കാളില്ല, ആകെ ഒരെണ്ണല്ലോ. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഇനി 3 എണ്ണാക്ക എത്ര 2 0 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യാം. ഇത് വീണ്ടും 3ന്റെ പേരാക്കുക. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 ആണ്. 001 അതിന്റെ ബൈനറി വാല്യൂ 1. 011 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ആണ്. 011 3. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 1338, അതാണ്. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 0133. 0 പറഞ്ഞാൽ പ്രിഫിക്സ് വാല്യൂ ആണ്. ബൈനറി ഒക്ടൽ വാല്യൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം 0 കൊടുക്കുന്നത്, പ്രിഫിക്സ്. അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് ബൈനറി മനസ്സിലാവണം. അതായത് 3ന്റെ പേഴ്സ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ബൈനറി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബൈനറി വാല്യൂസ് കാണാണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ 100. ഇപ്പൊ 1ന്റെ ബൈനറി പറഞ്ഞാൽ 0001. 2ന്റെ ബൈനറി എത്രയാണ്? അപ്പൊ 4 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. 2ന്റെ ബൈനറി പറഞ്ഞാൽ 0010. 3ന്റെ ബൈനറി പറഞ്ഞാൽ 0011. 4ന്റെ ബൈനറി പറഞ്ഞാൽ 0100. 5ന്റെ ബൈനറി പറഞ്ഞാൽ 0101. 6ന്റെ ബൈനറി പറഞ്ഞാൽ 0110. 7ന്റെ ബൈനറി പറഞ്ഞാൽ 0111. 8ന്റെ ബൈനറി പറഞ്ഞാൽ 1000. 9ന്റെ ബൈനറി പറഞ്ഞാൽ 1001. 10ന്റെ ബൈനറി പറഞ്ഞാൽ 1010. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മളിവിടെ 3ന്റെ പേരായിട്ട് എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ നമ്മുടെ ഒക്ടൽ വാല്യൂവിലെ ഏറ്റവും വലിയ വാല്യൂ ഒക്ടൽ വാല്യൂവിൽ 0 1 2 അങ്ങനെ ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞാൽ 7 ആണ്. 3 4 5 6 അതിൽ 7 ആണ് ഏറ്റവും വലിയ ഒക്ടൽ വാല്യൂ. അപ്പൊ 7 നമുക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3ന്റെ പേര് എടുക്കുന്നത്. അപ്പൊ 7ന്റെ ബൈനറി നമുക്ക് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 3 ബിറ്റ് ആവശ്യമുണ്ട്. 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടുക? 3 തവണ പോവും, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 തവണ പോവും, റിമൈൻഡർ 1. ലെഫ്റ്റിൽ നിന്ന് റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതിയ 1 1 1 കിട്ടും. 7 നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ 3 ബിറ്റിന്റെ പേരായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ 3 ബിറ്റിന്റെ പേരിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസ് എഴുതുക. അങ്ങനെയാണ് നമ്മൾ ഒക്ടൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഒക്ടൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒക്ടൽ നമ്പറിനെ നമുക്ക് ഡയറക്റ്റ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്കൊരു ഒക്ടൽ നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഒക്ടൽ നമ്പറിനെ നമ്മൾ അതിന്റെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ബൈനറി നമ്പറിൽ നിന്ന് നമ്മൾ അതിന്റെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഇതിന്റെ സ്റ്റെപ്പ്. ആദ്യം നമുക്കൊരു ഒക്ടൽ നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് 4 ബിറ്റ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള മുന്നേ പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാനൊരു 324 ഇതൊരു ഒക്ടൽ വാല്യൂ ആണ്. അപ്പൊ ഒക്ടൽ വാല്യൂ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് 8 കാണിച്ചു. ബേസ് 8 ആണ് ഒക്ടൽ നമ്പറിന്റെ. അപ്പൊ 324 നമുക്ക് ആദ്യം ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഓരോ സെപ്പറേറ്റ് ഡിജിറ്റ് 3 2 4. ഇതിന്റെ ഓരോ ഡിജിറ്റ് നമ്മൾ 3 ബിറ്റ് വരുന്ന തരത്തിൽ റെപ്രസെന്റ് ചെയ്യണം. കാരണം ഒക്ടൽ വാല്യൂവിന്റെ ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞ 7 റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ 3 ബിറ്റ് എടുത്തിട്ടുള്ള മെത്തേഡ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4നെ 3 ബിറ്റിൽ നമ്മൾ പറഞ്ഞ 4ന്റെ ബൈനറി വാല്യൂ ഇങ്ങനെയാണ് വരിക 100. 2ന്റെ വാല്യൂ 010. 3യുടെ വാല്യൂ എങ്ങനെ വരിക? 3യുടെ വാല്യൂ 011 ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുക 011 010 100. ഇനി ഇതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ന്റെ പേരാക്കുക. അതാണ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അതായത് ഒരു ബൈനറി നമ്പർ കിട്ടി അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4ന്റെ പേരാക്കണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹെക്സാഡെസിമലിലെ ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞാൽ 15 ആണ്, 15. അതിനെ നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ 4 ബിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ 4 പേരാക്കുന്നത്. അപ്പൊ 4 പേരാക്കിയ ഇവിടെ ഒരു പേര്, ഇവിടെ ഒരു പേര്, ഇവിടെ പേരാക്കാനില്ല. അപ്പൊ നമ്മൾ 3 0 എക്സ്ട്രാ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു പെയർ. അപ്പൊ ഈ പെയറിന്റെ കറക്റ്റ് ഹെക്സാഡെസിമൽ വാല്യൂ നമ്മൾ നോക്കി നോക്കുക. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ? 0100. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ 4 ആണ്. 0100 പറഞ്ഞാൽ 4 ആണ്. അടുത്ത വാല്യൂ എന്തുട്ടാ?
1101 1101 1101 പറഞ്ഞാൽ എത്രയാണ്? 110 പറഞ്ഞാൽ അതിന്റെ വാല്യൂ പറഞ്ഞാൽ 13 ആണ്. 13ന്റെ ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ D ആണ്. അപ്പൊ D അപ്പൊ 3248 ഈ ഒക്ടൽ വാല്യൂന്റെ കറക്റ്റ് ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ D416 അല്ലെങ്കിൽ നമുക്ക് 0xD4 എന്ന് എഴുതാൻ പറ്റും. ഹെക്സാഡെസിമലിന്റെ പ്രിഫിക്സ് പറഞ്ഞാൽ 0x ആണ്. ഹെക്സാഡെസിമലിന്റെ ബേസ് വാല്യൂ 16. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. 324 ഒക്ടൽ വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിളിനായിട്ട് ഞാൻ എടുക്കുന്ന വാല്യൂ 713 അതാണ് ഒക്ടൽ വാല്യൂ. 713നെ ഒക്ടൽ വാല്യൂനെ നമുക്ക് ആദ്യം ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിൽ ഓരോ ഡിജിറ്റ് പറഞ്ഞാൽ 713 3ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ബിറ്റിന്റെ റെപ്രസെന്റേഷനിൽ 011 1ന്റെ ബൈനറി വാല്യൂ 001 7ന്റെ ബൈനറി വാല്യൂ 11. ഇനി നമ്മളിനെ എല്ലാം ഒരുമിച്ച് എഴുതുക 111 001 ഈ 4ന്റെ പേരാക്കുക. അതാണ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. 4ന്റെ പേര് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആക്കിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാനില്ല. അപ്പൊ ഒരു 3 0 ഇട്ട് കൊടുക്കുക. 1 2 3 അപ്പൊ 3 0 ഇട്ട് കൊടുത്താൽ ഇവിടെയും പെയറായി. ഈ പെയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇതിന്റെ വാല്യൂ എത്രയാണ്? ഈ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഇത് 1 ആണ്. ഇത് 1100 1100 പറഞ്ഞാൽ 1 2 4 8 8 4 കൂടി കൂട്ടി കഴിഞ്ഞാൽ 12 പറഞ്ഞാൽ 10 പറഞ്ഞാൽ A 11 പറഞ്ഞാൽ B 12 പറഞ്ഞാൽ C. അപ്പൊ ഇത് C ആണ്. ഇനി 1011 പറഞ്ഞാൽ എത്ര വരിക? 1011 1 2 4 8 8ഉം 2ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 10 10ഉം 1ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 11 പറഞ്ഞാൽ B ആണ്. അപ്പൊ 1CB ആണ് അതിന്റെ ആൻസർ. അപ്പൊ 7138 ഒക്ടൽ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 1CB16 or 0x1CB. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിനെടുക്കുന്ന വാല്യൂ പറഞ്ഞാൽ 213 ഇതാണ് നമ്മുടെ ഒക്ടൽ വാല്യൂ. ഒക്ടൽ വാല്യൂവിനെ നമ്മൾ ആദ്യം ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ഡിജിറ്റും 3 ബിറ്റ് വരുന്ന തരത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുക. 3ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 011 1ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 001 2ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 010 എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് എഴുതുക 010 001 011. ഇതിന് 4ന്റെ പേരാക്കുക 1 2. ഇനി പേരാക്കുമ്പോൾ ഇവിടേക്ക് ഒരു 0 മാത്രമല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് 3 0 ഇട്ട് കൊടുത്താലും വ്യത്യാസമില്ല. ഈ ഒരു സംഖ്യ 0 ആയിട്ടാണ് പോവുക. അപ്പൊ നമുക്ക് ഇനിയുള്ള ഈ 2 പേരിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ നോക്കി നോക്കുക. 1000 ഇത് പറഞ്ഞാൽ 8 ആണ്. അടുത്ത വാല്യൂ 1011 1011 പറഞ്ഞാൽ 1 2 4 8 4ന്റെ അവിടെ 0 ആണ്. 4ന്റെ 8ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 10ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 10 പറഞ്ഞാൽ A ആണ്. 11 പറഞ്ഞാൽ B ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ഇത് B ആണ് വരിക. അപ്പോൾ 2138 ഒക്ടലിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 8B16 or 0x8B. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഒരു ഹെക്സാഡെസിമൽ വാല്യൂവിനെ എങ്ങനെ ഒക്ടൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ഡയറക്റ്റ് നമുക്ക് ഒക്ടൽ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ബൈനറിയിൽ നിന്നാണ് നമ്മൾ ഒക്ടൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് കൺവേർട്ട് ഹെക്സാ നമ്പർ ടു ബൈനറി. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ കൺവേർട്ട് ഹെക്സാ നമ്പർ ടു ബൈനറി. ആ ബൈനറിയെ 3 ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കും. അതിനുശേഷം ടേക്ക് ദി ഈക്വലന്റ് 3 ബിറ്റ് വാല്യൂ ഓഫ് ഒക്ടൽ. അതായത് ഒരു ബൈനറി നമ്പറിന്റെ ഒക്ടൽ വാല്യൂ ആക്കുമ്പോൾ നമ്മൾ 3 ബിറ്റിന്റെ പെയർ ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഹെക്സാ വാല്യൂ D416. അപ്പൊ D416 ആണ് നമ്മുടെ ഹെക്സാ വാല്യൂ. അപ്പൊ അതിനെ ആദ്യം നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിന്റെ D എടുത്തു, 4 എടുത്തു. 4ന്റെ ബൈനറി 4 ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അതായത് ഹെക്സാ വാല്യൂവിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹെക്സത്തെ ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഡിജിറ്റ് ബൈനറിക്ക് 4 ബിറ്റിന്റെ രീതിയിലാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ബൈനറിയിൽ 4 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 0 1 0 0. D പറഞ്ഞാൽ എത്രയാണ്? A പറഞ്ഞാൽ 10 ഹെക്സയിൽ,
ബി പറഞ്ഞ 11, സി പറഞ്ഞ 12, ഡി പറഞ്ഞ 13 ആണ്. 13ന്റെ ബൈനറി ഏതാണ്? 13ന്റെ ബൈനറി പറഞ്ഞ 1 1 0 1 ആണ്. അപ്പൊ നമുക്ക് ബൈനറി വാല്യൂ കിട്ടി. ഇനി ഈ ബൈനറിനെ നമ്മൾ ചേർത്ത് എഴുതുക 1 1 0 1 0 1 0 0. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്, ഗ്രൂപ്പ് ബൈനറി നമ്പർ ഇൻറ്റു 3 ബിറ്റ്സ്. ഇപ്പൊ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു, അതായത് ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈ ബൈനറിയിൽ നിന്ന് നമ്മൾ ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ആദ്യക്ക് 3ന്റെ പേരാക്കുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പേരായി, അടുത്ത പേരായി. ഇന്നത്തെ പേരാവാളില്ല, 2 എണ്ണാലും. അപ്പോൾ ഒരു 0 ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ 3ന്റെ 3 പേരായി. ഈ 100 അല്ല 001, 001ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ അല്ല, ഒക്ടൽ വാല്യൂ എത്രയാണ്? 001. അതിന്റെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 4 ആണ് വരിക. 010 അതിന്റെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 2 ആണ് വരിക. 110 അതിന്റെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 3 ആണ് വരിക. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തതിന്റെ D416 ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 324 ആണ് വരിക. ഒക്ടൽ വാല്യൂനെ നമുക്കൊന്നെങ്കിൽ 03224 എന്ന് എഴുതാൻ പറ്റും. 0 പറഞ്ഞാൽ പ്രിഫിക്സ് വാല്യൂ ആണ്. അല്ലെങ്കിൽ 324 ഒക്ടൽ വാല്യൂവിന്റെ ബേസ് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ D416ന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 324 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ 1D8. ഇതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ. ഇത് നമ്മൾക്ക് ഒക്ടൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ ഹെക്സാഡെസിമൽ വാല്യൂനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിന്റെ ഓരോ ഡിജിറ്റ് പറഞ്ഞാൽ 1 D 8. 8നെ നമ്മൾ 4 ബിറ്റിന്റെ റെപ്രസെന്റേഷന്റെ ബൈനറി എഴുതിയ 1000. ഡി എഴുതി കഴിഞ്ഞാൽ എ പറഞ്ഞ 10, ബി 11, സി 12, ഡി 13. അപ്പൊ ഡി എഴുതി കഴിഞ്ഞാൽ 1101. ഇതാണ് അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ 4 ബിറ്റിന്റെ. ഇനി 1 4 ബിറ്റിൽ എഴുതുക പറഞ്ഞാൽ 0001. നമ്മൾ 4 ബിറ്റിന്റെ എഴുതി. ഇനി ഇപ്പൊ എഴുതിയത് മൊത്തം കൂടിയിട്ട് ഒരുമിച്ച് എഴുതുക 0001 1101 1000. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ബൈനറി. ഇനി ഈ ബൈനറി നമ്പറിൽ നിന്ന് നമ്മൾ ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതിനെ 3ന്റെ പേരാക്കുക. 0 അടുത്ത പേര് അടുത്ത പേര് അടുത്ത പേര്. ഇതേതാണ് വാല്യൂ? മൊത്തത്തിൽ 0 വാല്യൂ. ഇതേതാണ്? 011. 011 പറഞ്ഞാൽ 3 ആണ്. ഇതേതാ? 111 പറഞ്ഞാൽ 7. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് 0 വരുന്നത്. അപ്പൊ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 730 ആണ് വാല്യൂ. അപ്പൊ നമ്മൾ 1D8 ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ ഒന്നെങ്കിൽ 0730 എന്ന് എഴുതാൻ പറ്റും. 0 പറഞ്ഞാൽ പ്രിഫിക്സ് ആണ്, ഒക്ടൽ വാല്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 730 അതിന്റെ ബേസ് എത്ര? 8. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത 1CB. അതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ. അതിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത് ഓരോ ഡിജിറ്റ് സെപ്പറേറ്റ് എടുക്കുക. 1CB. ബിയുടെ വാല്യൂ പറഞ്ഞാൽ 11 എന്ന് പറഞ്ഞാൽ 1011 ആണ് 4 ബിറ്റ് റെപ്രസെന്റേഷൻ. സി പറഞ്ഞാൽ 12ന്റെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 1100. 1ന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 0001. ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതുക 0001 1100 1011. ഇതാണ് ബൈനറി വാല്യൂ. ഇനി ഈ ബൈനറി വാല്യൂ നിന്ന് ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിക്ക് അതിനെ 3ന്റെ പേഴ്സ് ആക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പേരായി, അടുത്ത പേരായി, അടുത്ത പേരായി, അടുത്ത പേരായി. ഈ വാല്യൂ എത്രയാണ്? 0. ഈ വാല്യൂ 7. ഈ വാല്യൂ എത്രയാണ്? 001 1. ഈ വാല്യൂ എത്രയാണ്? 011. 011 പറഞ്ഞാൽ 3 ആണ്. അപ്പോ 1CB16, അതായത് 1CB16, അതായത് 1CB ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 0713. 0 എന്ന് പറയുന്നത് പ്രിഫിക്സ് വാല്യൂ ആണ്. അല്ലെങ്കിൽ 713. ഒക്ടലിന്റെ ബേസ് വാല്യൂ പറഞ്ഞാൽ 8. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് 1CBയുടെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ 713 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതിന് ഞാൻ എടുക്കുന്ന വാല്യൂ 8B. ഇതിന്റെ ഓരോ ഡിജിറ്റ് സെപ്പറേറ്റ് ആക്കിയ 8BA. 8B16 പറഞ്ഞ ഹെക്സാഡെസിമൽ വാല്യൂ. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം ഒക്ടൽ വാല്യൂക്ക്. അപ്പൊ ആദ്യം ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ബിയെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്ത ബി പറഞ്ഞാൽ 11 ആണ്. 11 എന്ന് പറഞ്ഞാൽ 1
0 1 1 8 പറഞ്ഞാൽ 1 0 0 0. ഇനി ഇതിനെ ഒരുമിച്ച് ചെയ്ത് 1 0 0 0 1 0 1 1. ഇതാണ് ബൈനറി വാല്യൂ. ഈ ബൈനറി വാല്യൂവിനെ നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3ന്റെ പെയറാക്കുക. 3ന്റെ പെയറാക്കാൻ ഒരു പെയറായി, അടുത്ത പെയറായി. ഇനി ഇവിടേക്ക് പെയറാക്കാനില്ല, അപ്പോൾ 0 കൊടുക്കുക. ഈ 0 1 0 പറഞ്ഞാൽ 2 ആണ്. 0 1 0 പറഞ്ഞാൽ 2 ആണ്. 0 0 1 പറഞ്ഞാൽ 1 ആണ്. 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ നമുക്ക് 8B ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ 0213. വിത്ത് 0 എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ആണ്, അതായത് ഒക്ടൽ വാല്യൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം 0 കൊടുക്കും. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, 213, അതിന്റെ ബേസ് വാല്യൂ പറഞ്ഞാൽ 8. ഇതാണ് അതിന്റെ ആൻസർ.